എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എന്ന് പറയുന്നത് വൈറ്റോ ബ്രൗണോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് നന്നായിട്ട് പഴുത്ത 2 പഴം, അതുപോലെ ഒരു മുട്ട, പിന്നെ കുറച്ച് പാല്. ഇത്രയാണ് വേണ്ടത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ പഴം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ റെസിപ്പിയിൽ എക്സ്ട്രാ ആയിട്ട് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിന് നല്ല മധുരമാണ്. പഴം എന്ന് പറയുമ്പോൾ മോറിസ് പഴമാണ് ഏറ്റവും ബെസ്റ്റ് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അല്ലാത്ത പഴങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ബനാനയും ബ്രെഡും ഇതുപോലെ വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാം. ഇനി ഞാൻ 2 സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ബനാന ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ചിപ്സാണ്. ചോക്ലേറ്റ് ചിപ്സ് അടിപൊളിയാണ് ഈ ബ്രെഡ് ടോസ്റ്റിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ബാർ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസാണ്. മോസറല്ല ചീസോ അല്ലാന്നുണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് അത് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് മുട്ടയിൽ ഒന്ന് മുക്കി പൊരിച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ പൊരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തും എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ 2 പഴം കൊണ്ട് നമുക്ക് 6 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1-2 മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ കറുവപ്പട്ട പൊടിച്ചത്, അല്ലെങ്കിൽ വാനില എസൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ മധുരം ചേർത്ത് തീർക്കേണ്ട ആവശ്യമില്ല, കാരണം പഴത്തിന് നല്ല മധുരമാണ്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സിനും നല്ല മധുരമാണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇനി മധുരം വേണ്ട. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രഞ്ച് ടോസ്റ്റ് ആക്കി എടുക്കുന്നത് നോക്കാം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തവ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഫ്രഞ്ച് ടോസ്റ്റിന് സൂപ്പർ ടേസ്റ്റ് കിട്ടുക. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ടോസ്റ്റ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അത് മുക്കാനും അതുപോലെ തന്നെ തിരിച്ചിടാനും ഒക്കെ വളരെ ഈസിയാണ്. കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ദോശത്തവയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കാം. ഒരേ സമയം തന്നെ നമുക്ക് 2 ബ്രെഡ് ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചും ഇട്ട് കൊടുക്കാം. ചൂട് കയറുമ്പോഴത്തേക്കും ചോക്ലേറ്റും ചീസും എല്ലാം കൂടെ നന്നായിട്ട് ഉരുകി വരും. ചീസിന് കുറച്ച് ഉപ്പുണ്ടാകും, അതുപോലെ ചോക്ലേറ്റിന് നല്ലൊരു മധുരവും പിന്നെ പഴത്തിൻ്റെ മധുരവും. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്പെഷ്യൽ സ്റ്റൈലിലുള്ള ഫ്രഞ്ച് ടോസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്